പിന്നെ അങ്ങ് പറഞ്ഞത് ഈ ഭാഗവതത്തിൻ്റെ ഒരു ശ്ലോകമുണ്ട്, കഥായിമാസ്തി കഥിത മഹീയസാം വിധായ ലോകേഷു യശപരിവിശ്യാം എന്ന് പറഞ്ഞ ശ്ലോകത്തെ ഞാൻ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. എൻ്റെ മനോഭാവത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? അപ്പോൾ പിന്നെ എന്തും പറയുന്ന അവസ്ഥയിലല്ലേ ഉണ്ടാകുക. അങ്ങനെയല്ലല്ലോ. ഈ സി വി വാസുദേവ ഭട്ടതിരിപ്പാടിൻ്റെ ഭാരതീയ ദർശനങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണിത്. ഈ റെഫറൻസിൻ്റെ 14ാമത്തെ പേജ് നോക്കി. പുരാണങ്ങളും ഇതിഹാസങ്ങളും. പുരാണങ്ങളും ഇതിഹാസങ്ങളും സംഭവകഥകൾ ആണെന്ന ധാരണ ശരിയല്ല, അവ അർത്ഥവാദമാണ്. ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥകൾ എന്നർത്ഥം. ഇത് വെറുതെ പറയുകയല്ല, ഇതിന് ആന്തരികമായും ബാഹ്യമായും തെളിവുകൾ ധാരാളമുണ്ട്. ശിവൻ ശേഷം അദ്ദേഹം അതിന് ഒരു ഉദാഹരണം പറയുകയാണ്. ഭാഗവതാദി പുരാണങ്ങളിൽ ശിവനും ബ്രഹ്മാവും വിഷ്ണുവിനെ ആശ്രയിക്കുന്നതായും അവരെ വിഷ്ണു രക്ഷിക്കുന്നതായും കാണാം. മൃഗാസുര കഥയിലും ബാണയുദ്ധത്തിലും ശിവന് ആപത്തും പരാജയവും സംഭവിക്കുന്നു. ഇങ്ങനെ തുടങ്ങി അദ്ദേഹം കുറേ ഉദാഹരണങ്ങൾ സമർപ്പിച്ച ശേഷം ആ പറഞ്ഞ വാദത്തെ ഒന്നും കൂടി ഉപോത്ബലകമായി ബലപ്പെടുത്താൻ വേണ്ടി തന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന ശ്ലോകത്തെ നേരത്തെ നമ്മൾ ചൊല്ലിയ കഥായിമാസ്തിയ കഥിത മഹീയസ വിധായ ലോകേഷു യശപരിവിശ്യാം എന്ന ശ്ലോകം അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ശേഷം അദ്ദേഹം കൊടുക്കുന്ന അർത്ഥവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കി. ഞാൻ പറഞ്ഞ അതേ ആശയം തന്നെയാണോ? ലോകത്തിൽ പേര് കേൾപ്പിച്ച് മരിച്ചുപോയ മഹാന്മാരുടെ ഈ പറഞ്ഞ കഥകളുണ്ടല്ലോ, അതെല്ലാം അങ്ങേക്ക് ജ്ഞാനവും വൈരാഗ്യവും ഉളവാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചവയാണ്, ഒന്നും സത്യമല്ല എന്ന് ഈ സി വി വാസുദേവ ഭട്ടതിരിപ്പാട് വ്യാഖ്യാനിച്ച വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. അല്ലാതെ എൻ്റെ വകയൊന്നും പറഞ്ഞതല്ല സഹോദര. ഏതായിരുന്നാലും നിങ്ങളുടെ മിതത്വമുള്ള ഭാഷയെ ഞാൻ അംഗീകരിക്കുന്നു. പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ടുള്ള മറുപടി അങ്ങനെ വേണം, അതാണ് വേണ്ടത്. ദാർശനിക സംവാദങ്ങൾ എപ്പോഴും മാന്യമായിരിക്കണം. അപ്പോൾ ഏതായിരുന്നാലും ബ്രോ, എങ്കിൽ ഉസ്താദിനോട് ഞാൻ ചോദിക്കുകയാണ്, ശ്ലോകത്തിൽ കെട്ടിച്ചമച്ചതെന്ന് പറയപ്പെടുന്നത് എവിടെയാണ്? അനേകം ആചാര്യന്മാർ ഈ കഥകളിൽ നിന്നും വിജ്ഞാനം മാത്രം സാംശീകരിച്ചെടുക്കുക എന്ന അർത്ഥം പറയുമ്പോൾ ഇതിന് വിപരീതമായിട്ട് അർത്ഥം പറയുന്ന ഏതെങ്കിലും ആചാര്യന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ ആ പരാമർശം ഞങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരിക. വെറും ഒരു വിവർത്തന ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് മാത്രം എങ്ങനെ ഭാരതീയ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമുള്ള ദേവതകൾ വെറും ബിംബങ്ങളാണെന്ന് മാത്രം എങ്ങനെ സമർത്ഥിക്കാൻ സാധിക്കും? അതിൻ്റെ തെളിവെവിടെ? ഭട്ടതിരിപ്പാടിൻ്റെ ഈ പുസ്തകത്തിൽ അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പരാമർശം മാത്രമായിട്ടേ അതിനെ കണക്കി കൂട്ടാൻ സാധിക്കുകയുള്ളൂ. താങ്കൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ വേദവ്യാസ ഭഗവാൻ എഴുതിയ മൂലകൃതി എവിടെ? പുരാണങ്ങളിൽ ദേവന്മാർക്ക് ജയപരാജയം ഉണ്ടാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് എന്ന് കരുതി അവയെല്ലാം വെറും ബിംബങ്ങളാണെന്ന് എങ്ങനെ സമർത്ഥിക്കാൻ സാധിക്കും? അതിനുള്ള തെളിവുകൾ എവിടെ? വിവർത്തനം നടത്തുമ്പോൾ, മൂലകൃതിയിൽ നിന്ന് ഒരു ഗ്രന്ഥം വിവർത്തനം നടത്തുമ്പോൾ നിരവധി പിഴവുകൾ സംഭവിക്കാം. ഒരു വിവർത്തകന്റെ പുസ്തകം പോലെ ആയിരിക്കില്ല വേറൊരു വിവർത്തകൻ വിവർത്തനം ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളപ്പോൾ താങ്കളുടെ വാദങ്ങൾ എങ്ങനെയാണ് ശരിയാകുന്നത്? നമ്മുടെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എന്നിവ നമ്മുടെ നാടിൻ്റെ തന്നെ ദിവ്യ സ്തംഭങ്ങളാണ്. അവയെ അപമാനിക്കുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും, നമ്മുടെ നാടിനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് ആത്മീയപരമായ മാർഗദർശന പ്രതീകാത്മകമായ നിരവധി ആശയങ്ങളും സന്മാർഗ ജീവിതം നയിക്കുന്നതിനുതകുന്ന ഉപദേശങ്ങളും നൽകുന്ന ഈ ദിവ്യഗ്രന്ഥങ്ങൾ അവയെ ദുർവ്യാഖ്യാനം ചെയ്ത് അപമാനിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. താങ്കൾ പറയുന്നു ദേവന്മാർ വെറും മിഥ്യകളാണ്, അത് നിങ്ങൾക്ക് തത്വം ഉപദേശിച്ചു കൊടുക്കാനായിട്ട് എഴുതി വച്ചിരിക്കുന്നതാണെന്ന്. എന്നിട്ട് താങ്കൾ ആ സമർത്ഥിക്കുന്നതിനായിട്ട് ആ ശ്ലോകവും ചൊല്ലുന്നു. പക്ഷേ ശ്ലോകത്തിന്റെ അർത്ഥം അതല്ലല്ലോ. ഇത് വെറും കഥയായിട്ട് മാത്രം കാണാതെ അതിനുള്ളിലെ പൊരുളൂടെ മനസ്സിലാക്കുക എന്ന് കരുതി ദേവന്മാർ മിഥ്യയാണെന്ന് ആ ശ്ലോകത്തിൽ ഒരിക്കലും പറയുന്നില്ല. താങ്കൾ എന്തിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? താങ്കളുടെ പക്ഷത്തും നിരവധി ഐതിഹ്യങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് അത് താങ്കൾ ചർച്ചാവിധേയമാക്കുന്നില്ല? താങ്കൾ ഒരു മതേതര ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളെന്നിരിക്കെ ഒരു പ്രത്യേക മതവിശ്വാസത്തോടും അതിൻ്റെ ആചാരാനുഷ്ഠാന രീതികളോടും അതിൻ്റെ തത്വങ്ങളോടും താങ്കൾ വെച്ച് പുലർത്തുന്ന സമീപനം അല്ലെങ്കിൽ താങ്കളുടെ ചില പ്രസ്താവനകൾ മതേതര മാനദണ്ഡങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണോ എന്ന് താങ്കളൊന്ന് പുനഃപരിശോധന നടത്തേണ്ടതാണ്. മതപരമായ വിമർശനങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഒരു മതവിഭാഗത്തെ മാത്രം വിമർശിക്കുമ്പോൾ മുൻവിധിയോടുകൂടിയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും അവഹേളിക്കുന്ന രീതിയിലും
അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് നീതിയുക്തമാണോ എന്ന് ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ടതാണ്.